മലയാള സിനിമയുടെ മാർക്കറ്റ് നേടിയ ഒരു വളർച്ചയുണ്ട്. നമ്മൾ അത്ഭുതപ്പെടുന്ന യാത്ര തന്നെയാണ് അത്. OTTയിലൂടെ മറുഭാഷ പ്രേക്ഷകരും പരിചയപ്പെട്ടു എന്നതിനൊപ്പം കേരളത്തിന് പുറത്തേക്ക് മറ്റ് സംസ്ഥാനങ്ങളിലും വിദേശ രാജ്യങ്ങളിലുമായുള്ള റിലീസ് സെന്ററുകളുടെ എണ്ണത്തിലും ഇക്കാലയളവിൽ വലിയ വ്യത്യാസമാണ് വന്നത്. ഇൻഡസ്ട്രിയുടെ വലിപ്പവും സിനിമകളുടെ ആകെ ബജറ്റും പരിഗണിക്കുമ്പോൾ കോളിവുഡിനേക്കാൾ സക്സസ് റേറ്റ് മലയാളത്തിലാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ആ ഒരു പോക്ക് തന്നെയായിരുന്നു ഇത്തവണ ബോക്സ് ഓഫീസിൽ നമ്മൾ കണ്ടത്. ഇന്ത്യൻ ബോക്സ് ഓഫീസിൽ മലയാള സിനിമ അതിന്റെ ഏറ്റവും മികച്ച ഷെയറുമായാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. അതുതന്നെയാണ് ഓരോ റിപ്പോർട്ടുകളും ചൂണ്ടിക്കാട്ടുന്നതും. മലയാള സിനിമയ്ക്ക് മികച്ച വർഷം തന്നെയാണ് 2024 മുതൽ. അതായത് 2024 മുതൽ ഇത് 10% ഉയർന്നതാണ് നാം കണ്ടത്. 2024 അവസാനവും 2025 തുടക്കവും ശരിക്കും പറഞ്ഞാൽ മലയാള സിനിമയുടെ ഒരു പൊടിപൂര ഉത്സവം തന്നെയായിരുന്നു. അതായത് 2 മോഹൻലാൽ ചിത്രങ്ങളാണ് അടുത്തിടെ സൂപ്പർ ഹിറ്റുകളായി മാറിയത്. എമ്പുരാനും തുടരും. മലയാള സിനിമയെ സംബന്ധിച്ച് കണക്ക് പുസ്തകത്തിലേക്ക് ഈ നേട്ടത്തിലേക്ക് എത്തിച്ചിരിക്കുന്ന 2 പ്രധാന സിനിമകൾ തന്നെയാണ് ഇവ രണ്ടും. 25 ദിനങ്ങൾ പിന്നിടുമ്പോൾ തുടരും നിറഞ്ഞ സദസ്സിൽ പ്രദർശനം തുടരുന്നത് തന്നെയാണ് നമ്മൾ കാണുന്നത്. 100-200 കോടി ക്ലബിൽ അതിവേഗമാണ് തുടരും ഇടം പിടിച്ചത്. മറ്റൊരു റെക്കോർഡും സ്വന്തം പേരിലാക്കി തന്നെയാണ് ചിത്രം മുന്നേറുന്നത്. കേരള ബോക്സ് ഓഫീസിൽ ഏറ്റവും കൂടുതൽ ഗ്രോസ് കളക്ഷൻ നേടുന്ന ചിത്രം എന്ന നേട്ടമാണ് തുടരും സ്വന്തമാക്കിയത്. കേരളത്തിന് പുറത്തും ഇന്ത്യക്ക് പുറത്തും മലയാള സിനിമ പുതിയ ഉയരങ്ങൾ കീഴടക്കുന്നത് തന്നെയാണ് മോഹൻലാൽ എന്ന മഹാനടനിലൂടെ നമുക്ക് ദൃശ്യമാകുന്നത്. 2025 ആദ്യ പകുതി പൂർത്തിയായിരിക്കുമ്പോൾ കഴിഞ്ഞ വർഷങ്ങളിലേതുപോലെ തന്നെ വിവിധ ഭാഷകളിലായി നിരവധി വമ്പൻ റിലീസുകളാണ് ഈ വർഷത്തിലെ ആദ്യ പകുതിയിലും എത്തിയത്. അതും വലിയ വലിയ വമ്പൻ താരങ്ങളുടെ. ജനുവരി മുതൽ ഏപ്രിൽ വരെയുള്ള മാസങ്ങളിലായി വിവിധ ഭാഷകളിലെ റിലീസുകളിലൂടെ 3691 കോടി രൂപ ഇന്ത്യൻ ബോക്സ് ഓഫീസിലേക്ക് എത്തിയതായാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. കഴിഞ്ഞ വർഷത്തെ കണക്കുകളുമായി താരതമ്യം ചെയ്യുമ്പോൾ ഈ വർഷം ഇന്ത്യൻ ബോക്സ് ഓഫീസിലേക്ക് എത്തിയ വരുമാനത്തിന് 19% വർധനവുണ്ട്. അതായത് ഈ വർഷത്തെ ഇന്ത്യൻ ബോക്സ് ഓഫീസ് റവന്യൂവിൽ 39% ബോളിവുഡിൽ നിന്നാണ്. 22% ഷെയർ തെലുങ്ക് ഇൻഡസ്ട്രിയിൽ നിന്നുമുണ്ട്. ചില കണക്കുകൾ പ്രകാരം ഈ വർഷം മലയാള സിനിമയ്ക്ക് മികച്ച കുതിപ്പുണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. അതായത് 3-ാം സ്ഥാനത്തുള്ള തമിഴ് ഇൻഡസ്ട്രിയേക്കാൾ 4% വ്യത്യാസം മാത്രമാണ് ഇക്കുറി മലയാള സിനിമ ഇൻഡസ്ട്രിക്ക് ഉള്ളതെന്നാണ് അറിയാൻ സാധിക്കുന്നത്. 17% തമിഴകത്തിനുള്ളത്. മലയാളം ഇൻഡസ്ട്രിക്ക് 13% ഷെയർ ഉണ്ടെന്നും അറിയാൻ സാധിക്കുന്നു. ഇന്ത്യൻ ബോക്സ് ഓഫീസിൽ മലയാള സിനിമയുടെ ഷെയർ വർദ്ധിച്ചിട്ടുണ്ട് എന്നത് തന്നെയാണ് ശ്രദ്ധേയം. പ്രേമലുവും മഞ്ഞുമൽ ബോയ്സും ഉൾപ്പെടെയുള്ള സിനിമകൾ അന്യഭാഷകളിൽ മികച്ച പ്രതികരണം നേടി. 2024 എന്നാൽ 2024 മലയാളത്തിന്റെ ഷെയർ 10% മാത്രമായിരുന്നു. മോഹൻലാൽ നായകനായ എമ്പുരാൻ, തുടരും എന്നീ സിനിമകളുടെ ബോക്സ് ഓഫീസ് പ്രകടനം മലയാളം ഇൻഡസ്ട്രിയുടെ ഷെയറിൽ വലിയ ഗുണം ചെയ്തിട്ടുണ്ടെന്നാണ് കണക്കുകൾ പറയുന്നത്. അതിനാൽ തന്നെ നമുക്ക് ഉറപ്പിക്കാം ഇത് ശരിക്കും ലാൽ തരംഗമെന്ന്. എന്റർടൈൻമെന്റ് ഡെസ്ക്, സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.